LSGD അസിസ്റ്റൻറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള UPSC നിലവാരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കമ്പണൻറ്റ് ഓഫ് ദി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് MGNREGA ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്തത്? ഓപ്ഷൻസ്: ഗ്യാരണ്ടീഡ് 100 ഡേയ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, 100 ദിവസത്തെ ജോലി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, ശരിയാണ്. അടുത്തത് പേയ്മെൻറ്റ് ഓഫ് മിനിമം വേജസ്, ശരിയാണ്. പ്രൊവിഷൻ ഓഫ് ഫ്രീ ഹെൽത്ത് കെയർ സർവീസസ്, അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ഹെൽത്ത് കെയർ സർവീസ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസസ് ഇഫ് വർക്ക് ഈസ് നോട്ട് പ്രൊവൈഡഡ്, അതുണ്ട്. തൊഴിലില്ലായ്മ വേതനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രൊവിഷൻ ഓഫ് ഫ്രീ ഹെൽത്ത് കെയർ സർവീസസ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കീം എയിം ടു പ്രൊവൈഡ് 24/7 ഇലക്ട്രിസിറ്റി ടു റൂറൽ ഹൗസ് ഹോൾഡ്? എല്ലാ ദിവസവും റൂറൽ ഹൗസ് ഹോൾഡിന് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്കീം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? റോഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതല്ല. അടുത്തത് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന, DDUGJY. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന, DDUGJY ആണ് എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിനും ഇലക്ട്രിസിറ്റി പ്രദാനം ചെയ്യുന്ന പദ്ധതി, ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ദ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHG മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് പ്രൈമറിലി എയിംഡ് അറ്റ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ പ്രധാനമായിട്ടും എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഓപ്ഷൻസ്: പ്രൊമോട്ടിംഗ് മൈക്രോ ഫിനാൻസ് എമംഗ് റൂറൽ വുമൺ, പ്രൊവൈഡിംഗ് ഹെൽത്ത് കെയർ സർവീസസ്, ഇൻക്രീസിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, എൻഹാൻസിംഗ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ SHG അഥവാ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൊമോട്ടിംഗ് മൈക്രോ ഫിനാൻസ് എമംഗ് ദ റൂറൽ വുമൺ, അതായത് റൂറലായിട്ടുള്ള വുമൻസിന്, സ്ത്രീകൾക്ക് മൈക്രോ ഫിനാൻസ്, അതായത് കുടുംബശ്രീ പോലുള്ള സ്ഥാപനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. SHGക്ക് ഉദാഹരണമാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് ഉദാഹരണമാണ്. എന്താണ് ചെയ്യുന്നത്? പ്രൊമോട്ടിംഗ് മൈക്രോ ഫിനാൻസ് എമംഗ് ദി റൂറൽ വുമൺ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇനിഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ടു ഇംപ്രൂവ് റൂറൽ സാനിറ്റേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ റൂറൽ സാനിറ്റേഷൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, ദീൻ ദയാൽ അന്ത്യോദയ യോജന. ഏത് പദ്ധതിയാണ് കൊണ്ടുവന്നത്? റൂറൽ സാനിറ്റേഷൻ ഇൻ ഇന്ത്യ, ടു ഇംപ്രൂവ് ദ റൂറൽ സാനിറ്റേഷൻ ഇൻ ഇന്ത്യ. റൂറൽ ഏരിയാസിലെ സാനിറ്റേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സ്വച്ഛ് ഭാരത് അഭിയാനാണ്. സ്വച്ഛ് ഭാരത് അഭിയാൻ, ഗ്രാമീൺ സ്വച്ഛ് ഭാരത് അഭിയാനാണ് റൂറൽ സാനിറ്റേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതി. അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ഈസ്? പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. പ്രൊവൈഡിങ് ഹെൽത്ത് ഇൻഷുറൻസ് ടു ഫാമേഴ്സ്, ഫാമേഴ്സിന് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുക. എൻഷുറിങ് ഇറിഗേഷൻ ടു എവരി ഫാം, എല്ലാ ഫാമിനും ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡിങ് ക്രെഡിറ്റ് ടു സ്മോൾ ഫാമേഴ്സ്, ചെറിയ ഫാമേഴ്സിന് ലോണ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. പ്രൊമോട്ടിങ് ഓർഗാനിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിങ് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്, എൻഷുറിങ് ഇറിഗേഷൻ ടു എവരി ഫാം ആണ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. അടുത്ത ചോദ്യം,
വിച്ച് ഓഫ് ദി ഫോളോവിങ് ആക്ട് ആസ് ദി നോഡൽ ഏജൻസി ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ? നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLMൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. എന്താണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ മിനിസ്ട്രിയാണ് NRLM അഥവാ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. ദ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM വാസ് ലോഞ്ച്ഡ് ഡ്യൂറിങ് വിച്ച് 5-year പ്ലാൻ? ഏത് 5-year പ്ലാനിൻ്റെ കാലഘട്ടത്തിലാണ് NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ലോഞ്ച് ചെയ്തത്? 8th 5-year പ്ലാൻ, 9th 5-year പ്ലാൻ, 10th 5-year പ്ലാൻ ആൻഡ് 11th 5-year പ്ലാൻ. ഏത് 5-year പ്ലാനിൻ്റെ കാലഘട്ടത്തിലാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ലോഞ്ച് ചെയ്തത്? ആൻസർ 10th 5-year പ്ലാൻ, 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ലോഞ്ച് ചെയ്തത്. അടുത്ത 8ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദി പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന? പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ മേജർ ഒബ്ജക്റ്റീവ് എന്താണ്? ഇലക്ട്രിഫിക്കേഷൻ ഓഫ് വില്ലേജസ്, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ഇൻ റൂറൽ ഏരിയാസ്, പ്രൊവൈഡിങ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ഹൗസിംഗ് ഫോർ ഓൾ. എന്താണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്? എന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് ഇൻ ദി റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലെ റോഡ് നിർമ്മാണമാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. അടുത്ത 9ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം ഈസ് എയിംഡ് അറ്റ് പോവർട്ടി അലിവിയേഷൻ ഇൻ റൂറൽ ഇന്ത്യ? റൂറൽ ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതി ഏതാണ്? ഓപ്ഷൻസ്: രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ദീൻ ദയാൽ അന്ത്യോദയ യോജന, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, നാഷണൽ ഹെൽത്ത് മിഷൻ. എന്താണ് പോവർട്ടി അലിവിയേഷൻ ആൻഡ് റൂറൽ ഇന്ത്യ പ്രോഗ്രാം? ഏതാണ്? ഈ പറയുന്നവയിൽ ദീൻ ദയാൽ അന്ത്യോദയ യോജനയാണ്. അന്ത്യോദയ യോജനയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പട്ടിണി നിർമ്മാർജ്ജന പരിപാടി. പോവർട്ടി അലിവേഷൻ ഇൻ റൂറൽ ഇന്ത്യ പ്രോഗ്രാമാണ് ദീൻ ദയാൽ അന്ത്യോദയ യോജന. അടുത്ത ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ടു പ്രൊമോട്ട് വുമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHGs? SHGയെ പറ്റി നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചതേ ഉള്ളൂ. കുടുംബശ്രീയാണ് SHG എക്സാമ്പിൾ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ടു പ്രൊമോട്ട് വുമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആൻഡ് എലിമിനേറ്റ് റൂറൽ പോവർട്ടി? അപ്പോൾ ഏത് പ്രോഗ്രാമാണ് റൂറൽ പോവർട്ടി എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വുമൻസിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടും വന്ന SHG എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന PMAY, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് ICDS, ജനനി സുരക്ഷാ യോജന JSY. അപ്പോൾ ഏതാണ് ആൻസർ? NRLM ആണ്, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനാണ്. ദ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ was launched to promote women's self-help group SHGs and eliminate rural poverty. അപ്പോൾ നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 10 MCQ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഇതുപോലെ ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. താങ്ക് യു.